സാർ, തുർക്കി ഭരണാധികാരി തൊയ്ബ് എർദോഗൻ്റെ മകള് ഡ്രോൺ കമ്പനിയുടെ ഉടമയാണെന്നുള്ള ഒരു പുതിയ അറിവുണ്ടല്ലോ. ആ ഡ്രോൺ കമ്പനിയുടെ ഉടമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ? അതായത് ഈ ഡ്രോൺ കമ്പനി ഉടമയാണ് വിവാഹം ചെയ്തിരിക്കുന്ന എർദോഗൻ്റെ മകൾ സുമയ്യ ബെറാക്റ്റർ. അപ്പൊ രണ്ടാമത്തെ ഭാഗം വന്നപ്പോ സിനിജിക്ക് കാര്യം മനസ്സിലായി. അതെ, ബെറാക്റ്റർ എന്നാണ് ഡ്രോണിന്റെ പേര്. ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോൺ തുർക്കിയുടെ ബെറാക്റ്റർ. അപ്പൊ ഈ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയെ ആണ് എർദോഗന്റെ മകൾ സുമയ്യ വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഉടമയായി മാറുന്നത് അല്ലേ? ഭർത്താവാണ് ശരിക്കും. ഭർത്താവ്. അപ്പോ അങ്ങനെ വരുമ്പോ ഇപ്പോ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ യുക്രൈനിലൊക്കെ ബെറാക്റ്റർ ഡ്രോണുകൾ നന്നായിട്ട് കഴിവ് തെളിച്ചു എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പോൾ പല രാജ്യങ്ങൾക്കും ഡ്രോൺ വിൽക്കുന്നത്, തുർക്കിയുടെ ഡ്രോൺ വിൽക്കുന്നത് തുർക്കിയുടെ ഏകാധിപതി റെസിപ്പ് തയ്യിബ് എർദോഗൻ്റെ മകളാണ്. മകൾ സുമയ്യ ആണ് എന്നർത്ഥം. അതാണ് ഒരുപാട് കച്ചവട താല്പര്യങ്ങളുള്ള ഒരു കുടുംബമാണ് എർദോഗൻ്റെത്. ആ എർദോഗൻ്റെ കുടുംബത്തിന് വലിയ നെറ്റ്വർക്കിംഗ് ഉണ്ട്, വലിയ ശൃംഖലകൾ പല രാജ്യങ്ങളിലുമൊക്കെ. ഇപ്പോൾ കോൺഗ്രസ് തുർക്കിയിലൊരു ഓഫീസ് തുറന്നിട്ടൊരു യൂസഫ് ഖാൻ എന്ന് പറഞ്ഞൊരാളെ പ്രതിനിധിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഈ നമ്മുടെ പുൽവാമ ആക്രമണമൊക്കെ നടന്നില്ലേ, അതൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് തുർക്കിയിൽ കോൺഗ്രസ് ഒരു ഓഫീസ് തുറന്നത്. 2019 6 വർഷം മുമ്പ് നവംബറിൽ. മറ്റേ ആക്രമണം നടന്ന 5-6 മാസം കഴിഞ്ഞിട്ട് അവിടെ പോയി കോൺഗ്രസ് അവിടെ ഓഫീസ് തുറന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബം, ഈ ഗാന്ധി കുടുംബം എന്ന് വിളിക്കപ്പെടുന്ന നെഹ്റു കുടുംബത്തിനും ഒക്കെ ഈ കച്ചവട കുടുംബമായിട്ട് പല ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. ഇവര് 39 വയസ്സുണ്ട് ഇപ്പോൾ സുമയ്യ. അവർ തുർക്കിയിലെ വലിയ അറിയപ്പെടുന്ന ബിസിനസ്സുകാരിയാണ്. ഒരു 4-5 കൊല്ലം ബാപ്പയുടെ വിദേശകാര്യങ്ങളിൽ എർദോഗൻ്റെ ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്നു. ആ പാർട്ടിയിൽ ചേർന്നിട്ട് ഈ അമേരിക്കയിലൊക്കെ പഠനം കഴിഞ്ഞ് വന്നിട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ MA എക്കണോമിക്സ് പഠിച്ചവരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഉമ്മയുടെ പേര് എമീൻ എന്നാണ്, എർദോഗൻ്റെ ഭാര്യ എമീൻ. ഈ എമീനെ ഈ വീട്ടിൽ ആമിർ ഖാനെ സ്വീകരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ആമിർ ഖാൻ അവിടെ പോയി എർദോഗനെ കണ്ടു. ഷൂട്ടിംഗ് നടത്തുമല്ലോ ഇസ്താംബൂളിൽ. അപ്പൊ അങ്ങനെ ആമിർ ഖാൻ പോയപ്പോ എർദോഗനെ കണ്ടു. അത് കഴിഞ്ഞ് വീട്ടില് സ്വീകരണമൊക്കെ കൊടുത്തു. അപ്പൊ ഭാര്യ സ്വീകരിക്കുന്ന, എർദോഗന്റെ ഭാര്യ ആമിർ ഖാനെ സ്വീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം. അപ്പോൾ 3 സഹോദരങ്ങളാണ് ഈ സുമയ്യ ബെറാക്റ്റർക്കുള്ളത്. അഹമ്മദ് ബുറാഖ്, നെക്മെറ്റിൻ ബിലാൽ ഇവരുടെ കച്ചവട കാര്യങ്ങളിലൊക്കെ പാർട്ട്ണറാണ്. പിന്നെ എസ്ര, 3 സഹോദരങ്ങളാണ്. 2016 മെയ് 14 ആയിരുന്നു ഈ സെൽച്ചുക് ബെറാക്റ്ററിനെ ഇവർ വിവാഹം ചെയ്യുന്നത്. നിക്കാഹ് 9 കൊല്ലം മുമ്പാണ് നിക്കാഹ്. 2002 ഇവർ തുർക്കിയിൽ നടന്ന ഈ കോളേജിലേക്ക് നടന്ന പ്രവേശന പരീക്ഷയിൽ ജയിച്ചില്ല സുമയ്യ. അപ്പോൾ ജയിപ്പിക്കാൻ ഇയാൾ വിചാരിച്ചാൽ നടക്കേണ്ടതാണ്, അങ്ങനെ സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് അമേരിക്കയിൽ പഠിക്കാൻ പോയി. വലിയ യൂണിവേഴ്സിറ്റി ഒന്നും അല്ല, ബ്ലൂമിങ്ടൺ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. സോഷ്യോളജിയും പൊളിറ്റിക്സും ചേർന്ന ബിരുദ കോഴ്സ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ MA എക്കണോമിക്സ്. 2010 തിരിച്ചു വന്നിട്ട് 2010 ദോറുഖ് ഇസാഗറ ഫുഡ് ട്രേഡിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കി, ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ. അതിൽ ഈ സഹോദരൻ ബിലാൽ പാർട്ട്ണർ ആയിരുന്നു. പിന്നെ പാർട്ടിയിൽ നേരത്തെ ഈ വിദേശ കാര്യങ്ങളുടെയൊക്കെ ചുമതല ഇവരെ ഏൽപ്പിച്ചിരുന്നു. ആ കാലത്തായിരുന്നു ഇവർ എർദോഗൻ്റെ ഉപദേഷ്ടാവായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഒരുപാട് വിദേശ സന്ദർശനങ്ങൾ, ഈ നെറ്റ്വർക്ക് വിപുലപ്പെടുത്താനുള്ള പരിപാടികളാണത്. പാർട്ടിയുടെ തന്നെ വിദേശകാര്യ ചുമതലയിൽ ഉണ്ടായിട്ട് വിദേശ രാഷ്ട്രങ്ങൾ
സന്ദർശിക്കുക, ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, ഇതൊക്കെ ഗുണം ചെയ്യുമല്ലോ. എന്നിട്ട് ഈ ഉർല എന്ന് പറഞ്ഞൊരു പുരാവസ്തു കേന്ദ്രമുണ്ട് തുർക്കിയിൽ. അവിടെ വില്ലകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരും ബിലാലും തമ്മിൽ ഉള്ള കമ്പനി ഈ വില്ലകളും ഒക്കെ വിറ്റതായിട്ടും ഒക്കെ ഇവരെ സംബന്ധിച്ച വിശദാംശങ്ങളിൽ കാണുന്നുണ്ട്. വലിയ ഈ നെറ്റ്വർക്കിങ്ങുള്ള ഒരു കച്ചവട കുടുംബമാണ് ഈ എർദോഗൻ്റെത്. സാർ, ശരിക്കും പറഞ്ഞാൽ ഈ എർദോഗൻ ആ ഭരണകൂടം ശരിക്കും എന്തിനാണ് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ സഹായിച്ചത്? സത്യത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു വിരോധം ഇല്ലല്ലോ. അപ്പോൾ മുസ്ലിം രാജ്യം എന്ന് പറയുന്ന ഒരു ആനുകൂല്യം മുതലെടുത്ത് എന്നെ പിന്നെ മകളുടെ പേരിലുള്ള കുറച്ച് ഡ്രോണൊക്കെ കൊടുത്ത് സഹായിച്ചേക്കാം, ഇതാണ് അയാളുടെ ഒരു ലക്ഷ്യം. അത് കച്ചവടമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രോണുകളുടെ ഈ ഓർഡറൊക്കെ പാകിസ്ഥാന് നിന്ന് നേടുന്നതിലൊക്കെ ഈ സുമയ്യയ്ക്ക് പങ്കുണ്ട്. അപ്പോൾ ഒരു കച്ചവട സ്ഥലമായിട്ട് പാകിസ്ഥാനെ അവർ കാണുന്നു. പാകിസ്ഥാൻ വാങ്ങുന്നു, പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യം എന്നുള്ളതിലേക്ക് തുർക്കിയിൽ നിന്ന് വാങ്ങുന്നു. അങ്ങനെ ഒരു കച്ചവടം. പക്ഷെ നമ്മൾ കാണേണ്ടത് 30 കൊല്ലമായിട്ട് ഈ നിതാന്ത ബന്ധം പാകിസ്ഥാനുമായിട്ടുണ്ട് തുർക്കിക്ക്. അപ്പൊ തുർക്കിയുടെ 2 ഡ്രോണുകൾ അസീസ് എന്ന് പറഞ്ഞൊരു ഡ്രോണും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. പ്രധാനമായിട്ടും അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാന് വിറ്റ കാര്യം പരസ്യപ്പെടുത്തിയിരുന്നില്ല. അപ്പം 30 കൊല്ലമായിട്ട് തന്നെ ഈ പാകിസ്ഥാൻ തുർക്കി ബന്ധം പലതരത്തിൽ ഗാഢമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരിക്കുന്നത് പോലെ ഈ സൈപ്രസ്, ഗ്രീസ്, അതായത് സൈപ്രസ് എന്ന് പറയുന്നത് 2ആയി മാറി. അതിലൊന്ന് ഗ്രീസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, റിപ്പബ്ലിക് ഓഫ് സൈപ്രസ്. അതിനെയാണ് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്, ഇന്ത്യയും. പക്ഷെ മറ്റേ സൈപ്രസിനെയാണ് പാകിസ്ഥാൻ അംഗീകരിച്ചിരിക്കുന്നത്, തുർക്കിയുടെ കൂടെ നിൽക്കുന്ന സൈപ്രസിനെ. അപ്പോൾ നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് വിമാനത്താവളങ്ങളിൽ ഒരു തുർക്കി കമ്പനി ആയിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും നാൾ അവർക്ക് അതിനകത്ത് നല്ല ഹോൾഡ് ഉണ്ടായിരുന്നു അർത്ഥം അല്ലേ? ഇന്നലെ ഒരു തായ് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് മാറ്റിയിട്ട്. ഇൻഡോ തായ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞാൽ ഉടനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആളുണ്ടായിരുന്നു എന്നുള്ളത് ഇത് വ്യക്തമാണ്. പിന്നെ നാറ്റോ രാജ്യമാണ് തുർക്കി, അമേരിക്കയുടെ ഒക്കെ സഖ്യ. താല്പര്യമില്ല, കാരണം അമേരിക്കക്കെതിരായ പ്രക്ഷോഭങ്ങൾ തുർക്കിയിൽ ധാരാളം നടക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഈ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന്റെ കൂടെ അല്ലല്ലോ തുർക്കി, അതുകൊണ്ടാണ് ഈ താല്പര്യമില്ലായ്മ എന്ന് തോന്നുന്നത്. പക്ഷെ താല്പര്യമില്ലായ്മ ഇരിക്കെ തന്നെ ഇപ്പൊ യുക്രൈൻ റഷ്യൻ യുദ്ധ സമാധാന ചർച്ച ഇസ്താംബൂളിലാണല്ലോ. പക്ഷെ പാളിപ്പോയി എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, എവിടെ എത്തിയില്ല. യുക്രൈൻ ഈ കുറെ സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞൊന്നും അംഗീകരിച്ചില്ല. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ സൈപ്രസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ സൈപ്രസിൽ നമ്മൾ തുർക്കിയുടെ കൂടെ അല്ലാത്തത് കൊണ്ട് കശ്മീർ കാര്യം എപ്പോഴും ഈ എർദോഗൻ തുർക്കി പറഞ്ഞുകൊണ്ടിരിക്കും. കശ്മീരിൽ പാകിസ്ഥാന്റെ കൂടെ, പാകിസ്ഥാൻ അവരുടെ സൈപ്രസിൽ അവരുടെ കൂടെ, അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുർക്കിയുമായിട്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലും അയാൾ കശ്മീർ പ്രശ്നം ഈ എർദോഗൻ ഉയർത്തിയിരുന്നു. പിന്നെ നമ്മൾ അർമീനിയയ്ക്ക് ആയുധം കൊടുക്കുന്നുണ്ട്. അർമീനിയയും അസർബൈജാനുമാണ് ആയിട്ടാണ് യുദ്ധം, നഗാർണോ കാരബാഖ് പ്രദേശത്തിനെ ചൊല്ലി. നമ്മൾ അർമീനിയയ്ക്ക് ആയുധം കൊടുക്കുന്നു, അസർബൈജാന് തുർക്കി ആയുധം കൊടുക്കുന്നു. അസർബൈജാൻ മുസ്ലിം രാഷ്ട്രം, അർമീനിയ ക്രിസ്ത്യൻ രാഷ്ട്രം. 1915 അർമീനിയയിലെ കുറെ പേരെ തുർക്കി വംശഹത്യ നടത്തിയിരുന്നു, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിരുന്നു തുർക്കി. പണ്ട് തുർക്കിയെ സംബന്ധിച്ചിട്ടുള്ള ആ പരാതികളുണ്ട്. അപ്പോൾ തുർക്കിയുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് തന്നെ പാകിസ്ഥാന് ബന്ധമുണ്ട്. തുർക്കി ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ തുർക്കി സൗദി UAE തുടങ്ങിയ ചേരിയുണ്ടല്ലോ, ഗൾഫ് രാജ്യങ്ങൾ, അതിന് വിരുദ്ധമായ ചേരിയിലാണ് തുർക്കി ആ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത് ഖത്തറിനെയാണ്. ഖത്തർ, പിന്നെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണ് തുർക്കിയുടെ ചേരിയിൽ വരുന്നത്. കാരണം പൊതുവെ ഈ
സുന്നി രാജ്യങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ സൗദിയാണ് നിൽക്കുക. കാരണം മക്ക അവിടെ ഉണ്ട്, കാബ പള്ളി, മോസ്ക് അവിടെയാണ്. അപ്പോൾ പക്ഷേ എർദോഗന് ഖലീഫ ആയാൽ കൊള്ളാമെന്നുണ്ട് മൊത്തം മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിങ്ങളുടെ ഒക്കെ. അപ്പോൾ അയാൾക്ക് ഇന്ത്യ സമുദ്രത്തിൽ സ്വാധീനം, ഈ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കണമെന്നുണ്ട്. അതുകൊണ്ട് അയാൾ മാലദ്വീപിനെ സഹായിക്കുന്നുണ്ട്, പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ലക്ഷ്യം വേറെയാണ്. പക്ഷേ ലക്ഷ്യം വേറെയാണ്, ഈ മേഖലയിൽ ഈ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടൂറിസ്റ്റുകളും വിമാനങ്ങളും ഒക്കെ പോകുന്നത് ഇസ്താംബൂളിലേക്ക് പോയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പകരം നമ്മുടെ കൂടെ നിൽക്കുന്ന സൈപ്രസ് പ്രശ്നത്തിലൊക്കെ ഗ്രീസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ ഇസ്താംബൂളിലേക്ക് ഒഴിവാക്കി ഗ്രീസ് വഴി പോവുക, ആഥൻസിലേക്ക് പോവുക. യൂറോപ്പിലേക്ക് പോകാൻ ഇസ്താംബൂളിലേക്ക് പോകുന്നതിന് പകരം ആഥൻസിലേക്ക് പോവുക. അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ ഗ്രീസിന് ഉണ്ടാകട്ടെ. ഗ്രീസും ബുദ്ധിമുട്ടുന്നൊരു രാജ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ എർദോഗന്റെ മകളുടെ കച്ചവടം ഇന്ത്യ പൂട്ടിച്ചു ഒറ്റ യുദ്ധം കൊണ്ട്, അങ്ങനെ പറയാൻ പറ്റും അല്ലേ? കുറെ അതെ. കാരണം ഈ ഡ്രോണുകളൊക്കെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയല്ലോ. അപ്പൊ ലോക മാർക്കറ്റിൽ അതിന് ഇടിവുണ്ടായില്ല. അതെ. പക്ഷെ ഒരു കച്ചവട കുടുംബമാണ് പൊതുവെ ഈ എർദോഗന്റെ കുടുംബം. അതാണ് ഈ മകളെ പറ്റി നമ്മൾ ഈ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.